My dear students, welcome to Learner's World. In this video, I talk about a short story, The Garden Party, written by Catherine Mansfield, Part 8. As she was walking towards the lane, her mind was full of the thoughts of the wonderful garden party. അപ്പോൾ ലൗറ ഒരു ഡെഡ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയിൽ അന്ന് നടന്നിട്ടുള്ള ഗാർഡൻ പാർട്ടിയെ കുറിച്ചിട്ടായിരുന്നു അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദ ലൈൻ ബിഗാൻ ടു ബിക്കം സ്മോക്കി ആൻഡ് ഡാർക്ക്. അപ്പോൾ അവൾ പോകുന്ന വഴി തോറും ഡാർക്ക് ആൻഡ് സ്മോക്കി ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പീപ്പിൾ ഹറീഡ് ബൈ. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ സം ഓഫ് ദ കോട്ടേജസ് ദ വർ ഡിം ലൈറ്റ്സ്. അതായത് അവിടെയുള്ള ചില കോട്ടേജസിൽ, അതായത് കുടിലുകളിൽ നിന്ന് ഡിമ്മായിട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ലൗറ ഹറീഡ് ഓൺ. ലൗറ കുറച്ച് വേഗത്തിൽ നടക്കാൻ തുടങ്ങി. ഷീ ഹാഡ് പുട്ട് ഓൺ എ കോട്ട്. അപ്പോൾ അവൾ ആഗ്രഹിക്കുകയാണ്, അവൾക്കൊരു കോട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ഹെർ ഫ്രോക്ക് വാസ് ഷൈനിങ്, ഹെർ ഹാറ്റ് ടു. വെർ പീപ്പിൾ ലുക്കിംഗ് അറ്റ് ഹെർ, ദേ മസ്റ്റ് ബി. അപ്പോൾ അവൾ അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം അവളുടെ ഫ്രോക്കും അതുപോലെ ഹാറ്റും ഭയങ്കര ഷൈനിങ് ആയിരുന്നു. അപ്പോൾ അവളിങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ആളുകളൊക്കെ അവളെ നോക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അവളൊരു കോട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഷൈനിങ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ടു കം, ഷുഡ് ഷീ ഗോ ബാക്ക് ഈവൻ നോ. അപ്പോൾ അവൾക്ക് തോന്നി തെറ്റ് പറ്റിപ്പോയി, ഇങ്ങനെ വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അവൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കി. ഇറ്റ് വാസ് ടു ലേറ്റ്. പക്ഷേ സമയം വൈകി പോയിട്ടുണ്ടായിരുന്നു. ദ ഹൗസ് ടു വിച്ച് ഷീ വാസ് ഗോയിങ് ഈസ് നിയർ. അതായത് ഡെഡ്മാൻ്റെ വീട് അടുത്ത് അവൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. സം പീപ്പിൾ സ്റ്റുഡ് ഔട്ട്സൈഡ്. അപ്പോൾ ആ ഒരു ഡെഡ്മാൻ്റെ വീട്ടിൽ കുറച്ച് ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. ബിസൈഡ് ദ ഗേറ്റ് എ വെരി ഓൾഡ് വുമൺ വിത്ത് എ ക്രച്ച് സാറ്റ് ഇൻ ദ ചെയർ വാച്ചിങ്. അതായത് ആ ഒരു ഡെഡ്മാൻ്റെ വീടിൻ്റെ മുമ്പിൽ, ഗേറ്റിൻ്റെ മുമ്പിൽ ഒരു ഓൾഡ് വുമൺ ഇരിക്കുന്നുണ്ട്. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു ഊന്നുവടിയുണ്ട്. ഷീ ഹാഡ് ഹെർ ഫീറ്റ് ഓൺ എ ന്യൂസ് പേപ്പർ. അവളുടെ കാലുകൾ വെച്ചിട്ടുള്ളത് ഒരു ന്യൂസ് പേപ്പറിലാണെന്നാണ് പറയുന്നത്. ദ വോയിസസ് സ്റ്റോപ്ഡ് ആസ് ലൗറ കെയിം നിയർ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ക്രൗഡ് ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്നുണ്ട് ആ ഡെഡ്മാൻ്റെ വീട്ടിൽ. അപ്പോൾ ലൗറ എത്തിയ ഉടനെ ആളുകൾ സംസാരിക്കുന്നത് നിർത്തി. ദ ഗ്രൂപ്പ് വെൻ്റ് എവേ. ആളുകൾ എന്നിട്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങി. ഇറ്റ് വാസ് ആസ് ഇഫ് ദേ ഹാഡ് എക്സ്പെക്റ്റഡ് ഹെർ ടു കം. അതായത് അവർ ലൗറ വരും എന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്ത പോലെയാണ് അവർ ബിഹേവ് ചെയ്തതെന്നാണ് പറയുന്നത്. ലൗറ വാസ് ടെറിബിളി നെർവസ്. ലൗറ അവിടെ എത്തിയപ്പോൾ അവൾ നെർവസ് ആയി എന്നാണ് പറയുന്നത്. ഷി ആസ്ക്ഡ് എ വുമൺ സ്റ്റാൻഡിങ് ബൈ ഇഫ് ഇറ്റ് വാസ് ദ ഹൗസ് ഓഫ് മിസ്സിസ് സ്കോട്ട്. അപ്പോൾ അവളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, ഇത് മിസ്സിസ് സ്കോട്ടിൻ്റെ വീടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ദ വുമൺ ആസ്ക്ഡ് ഹെർ ടു ഗെറ്റ് ഇൻ ടു ദ ഹൗസ്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, നിങ്ങൾ അകത്തേക്ക് വരൂ എന്ന് പറയുന്നുണ്ട്. ലൗറ സെഡ് ഷീ ഡി നോട്ട് വാണ്ട് ടു ഗോ ഇൻ. അപ്പോൾ ലൗറ പറയുന്നുണ്ട്, എനിക്ക് അകത്തോട്ട് വരണ്ട. ഷീ സെഡ് ഷീ സിംപ്ലി വാണ്ടഡ് ടു ലീവ് ദ ബാസ്ക്കറ്റ് വിച്ച് യുവർ മദർ ഹാഡ് സെൻഡ്. അവൾ പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു ബാസ്ക്കറ്റ്, എൻ്റെ അമ്മ കൊടുത്തയച്ചിട്ടുള്ള ബാസ്ക്കറ്റ് ഇവിടെ വെച്ചിട്ട് ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറയുന്നുണ്ട്. ദ വുമൺ ഡിഡ് നോട്ട് സീം ടു ഹിയർ ഹെർ. അപ്പോൾ ആ ഒരു സ്ത്രീ അവൾ പറഞ്ഞത് കേൾക്കാത്ത രീതിയിൽ വീണ്ടും പറയുന്നുണ്ട്. She asked Laura to follow her and Laura followed. Laura found herself in a miserable kitchen lit by a smoky lamp. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ലൗറ ആ സ്ത്രീയുടെ പിന്നാലെ പോകുന്നുണ്ട്. ആ സമയത്ത് അവൾ ഒരു മിസറബിൾ കിച്ചൺ കാണുന്നുണ്ട്. അതായത് ഒരു ദാരിദ്ര്യം പിടിച്ച വീട്ടിലുള്ള ഒരു കിച്ചൺ. അവിടെ ലിറ്റ് ബൈ എ സ്മോക്കി ലാമ്പ്, അതായത് പുക പിടിച്ചിട്ടുള്ള ഒരു ലാമ്പ് അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദർ വാസ് എ വുമൺ സിറ്റിംഗ് ബിഫോർ ദ ഫയർ. അപ്പോൾ ലൗറയ്ക്ക് കാണാൻ കഴിഞ്ഞ അവിടെ ഒരു സ്ത്രീ ആ ഒരു വിളക്കിന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ദ വുമൺ വു ബ്രോഡ് ഹെർ ഇൻ സെഡ് ദാറ്റ് ഷി വാസ് ദ സിസ്റ്റർ ഓഫ് മിസ്സിസ് സ്കോട്ട്. അപ്പോൾ അവളെ അകത്തേക്ക് കൊണ്ടുവന്ന സ്ത്രീ അവളോട് പറയുന്നുണ്ട്, ഞാനല്ല മിസ്സിസ് സ്കോട്ട്. അതായത് മിസ്സിസ് സ്കോട്ട് ആണ് അവളുടെ റിയൽ നെയിം. അപ്പോൾ എമ്മിൻ്റെ സിസ്റ്ററാണ് ഞാനെന്ന് പറയുന്നുണ്ട്. ലൗറ ആസ്ക്ഡ് ഹെർ നോട്ട് ടു ഡിസ്റ്റർബ് എം. അപ്പോൾ ലൗറ പറയുന്നുണ്ട്, ഏതായാലും എമ്മിനെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട്. ആസ് ഷീ കെയിം ജസ്റ്റ് ടു ഡ്രോപ്പ് ദ ബാസ്ക്കറ്റ് ദർ. ഞാൻ ഈ ഒരു ബാസ്ക്കറ്റ് ഇവിടെ വെച്ചിട്ട് ഞാൻ പോവാമെന്ന് പറയുന്നുണ്ട്. അറ്റ് ദിസ് മൊമെൻറ്റ് എം ടേൺ റൗണ്ട്. ഈ ഒരു സമയത്ത് എം ആകെ ഒരു വണ്ടർ അടിച്ചു. എന്തിനാണ് ഇപ്പോൾ ഈ ഒരു സ്ത്രീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ബാസ്ക്കറ്റൊക്കെ ആയിട്ട് എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ
എമ്മിന് അങ്ങനെയൊക്കെ തോന്നി. ഹെർ ഫേസ് വാസ് പഫ്ഡ് അപ്പ് ആൻഡ് റെഡ്. അപ്പോൾ എമ്മിൻ്റെ ഫേസ് എന്ന് പറയുന്നത് മുഖമൊക്കെ നല്ല വീർത്തിരുന്നു, അതുപോലെ അവളുടെ മുഖമൊക്കെ ആകെ ചുവന്നിരുന്നു എന്നാണ് പറയുന്നത്. ഹെർ ഐസ് ആൻഡ് ലിപ്സ് വെർ സോളൻ ആൻഡ് ഷീ ലുക്ക് ടെറിബിൾ. അവളുടെ കണ്ണുകളൊക്കെ കുഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് പേടിയാകും എന്നാണ് പറയുന്നത്. ഇറ്റ് സീമൻ ആസ് ദൗ ഷീ കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ലൗറ വാസ് ദർ. അപ്പോൾ അവൾക്ക് എന്തിനാണ് ലൗറ അവിടെ വന്നത് എന്നുള്ളത് അവൾക്ക് മനസ്സിലായില്ല. വൈ വാസ് ദിസ് സ്ട്രേഞ്ചർ സ്റ്റാൻഡിങ് ഇൻ ദ കിച്ചൺ വിത്ത് എ ബാസ്ക്കറ്റ്. എന്തിനാണ് ആ സ്ത്രീ ഞങ്ങളുടെ കിച്ചണിൽ ആ ബാസ്ക്കറ്റുമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് ആ എമ്മ ചോദിച്ചു. വാട്ട് വാസ് ഇറ്റ് ഓൾ എബൌട്ട്. ഹെർ ഫേസ് ചേഞ്ച്ഡ് ആസ് ഇഫ് ഷീ വാസ് ഗോയിങ് ടു ക്രൈ. അപ്പോൾ എമ്മിന് ലൗറ വന്നത് ഇഷ്ടമായില്ല. അപ്പോൾ അവൾ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ സ്ത്രീ ബാസ്ക്കറ്റുമായിട്ട് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. The woman who brought Laura in apologized on behalf of എം. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന എമ്മിൻ്റെ സിസ്റ്റർ ലൗറയോട് ക്ഷമാപണം നടത്തുന്നുണ്ട് ഈ ഒരു എമ്മിന് വേണ്ടിയിട്ട്. ലൗറ വാണ്ടഡ് ടു ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് അവേ. അപ്പോൾ ലൗറയ്ക്ക് അവിടെ നിന്ന് ഓടിപ്പോവാൻ തോന്നി. ഷി വാസ് ബാക്ക് ഇൻ ദ പാസേജ്, ദ ഡോർ ഓപ്പൺഡ്. അപ്പോൾ അവൾ തിരിച്ചു പോവുകയാണ്, വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. അതായത് ഡോറുകളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്, അതിലൂടെ അവൾ ഓടിപ്പോവുകയാണ്. ഷി വാക്ക്ഡ് സ്ട്രൈറ്റ് ത്രൂ ഇൻ ടു ദ ബെഡ്റൂം വെർ ദ ഡെഡ് മാൻ വാസ് ലൈങ്. അപ്പോൾ അവൾ ഓടുന്ന സമയത്ത് അവൾ ആ ഡെഡ് മാൻ കിടന്നിരുന്ന ആ ബെഡ്റൂമിലൂടെയാണ് അവൾ പോകുന്നത്. എം സിസ്റ്റർ വാണ്ടഡ് ലൗറ ടു സീ ദ ഡെഡ് മാൻ. അപ്പോൾ എമ്മിൻ്റെ സിസ്റ്റർ ലൗറയോട് പറയുന്നുണ്ട് ആ ഡെഡ് മാനെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഷി റിമൂവ് ദ ഷീറ്റ് ഫ്രം ഹിസ് ഫേസ്. അപ്പോൾ ആ എമ്മിൻ്റെ സിസ്റ്റർ ഡെഡ് മാൻ്റെ മുഖത്തുനിന്ന് ഒരു കവർ ചെയ്തിട്ടുള്ള ഷീറ്റ് മാറ്റുന്നുണ്ട്. ദ യങ് മാൻ വാസ് ഫാസ്റ്റ് അസ്ലീപ് സോ സൗണ്ട്ലി സോ ഡീപ്ലി. അപ്പോൾ ലൗറയ്ക്ക് മനസ്സിലായി യങ് മാന് ഗാഢ നിദ്രയിലാണെന്ന് മനസ്സിലായി. ഹി വാസ് സോ റിമോട്ട് ആൻഡ് പീസ്ഫുൾ, ഹി വാസ് ഡ്രീമിങ്. അപ്പോൾ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൾക്ക് തോന്നി എന്തൊരു സമാധാനമായിട്ടാണ് ഈ ഡെഡ് മാനും ഉറങ്ങുന്നത്. ഹി വാസ് ഡ്രീമിങ്. അവൾ വിചാരിച്ചു അയാൾ സ്വപ്നം കാണായിരിക്കും. നെവർ വേക്ക് ഹിം അപ്പ് എഗെയിൻ. ഒരിക്കലും ഉണരാത്ത ഒരു സ്വപ്നത്തിലാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. ഹിസ് ഹെഡ് വാസ് സങ്ക് ഇൻ ദ പില്ലോ, ഹിസ് ഐസ് വേർ ക്ലോസ്ഡ്. അപ്പോൾ ആ ഒരു ഡെഡ് മാൻ്റെ ഹെഡ് പില്ലോയിൽ അമർന്നു പോയിട്ടുണ്ട്. അതുപോലെ ഈ ഐസ് വേർ ക്ലോസ്ഡ്. ആ ഡെഡ് മാൻ്റെ കണ്ണുകളൊക്കെ അടഞ്ഞിട്ടുണ്ട്. വാട്ട് ഡിഡ് ഗാർഡൻ പാർട്ടീസ് ആൻഡ് ബാസ്ക്കറ്റ്സ് ആൻഡ് ലേസ് ഫ്രോക്സ് മാറ്റർ ടു ഹിം. അപ്പോൾ ലൗറ പറയുകയാണ് ഈ ഒരു ഗാർഡൻ പാർട്ടിയും ഈ ഒരു ഷൈനിങ് ആയിട്ടുള്ള ഫ്രോക്സും അതുപോലെ ബാസ്ക്കറ്റും ഒക്കെ ഈ ഒരു ഡെഡ് മാൻ്റെ മുമ്പിൽ എന്താണ്, നത്തിങ് ആണെന്നുള്ളത് ലൗറ പറയാണ്. ഹി വാസ് ഫാർ ഫ്രം ഓൾ ദോസ് തിങ്. ഈ ഒരു മെറ്റീരിയൽ തിങ്സിൽ നിന്ന് ഈ ഡെഡ് മാൻ ഒരുപാട് ദൂരെയാണ്. ഹി വാസ് വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ. അപ്പോഴാണ് ലൗറ ശ്രദ്ധിച്ചത് ഹി വാസ് വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ. അതായത് അയാൾ ഭയങ്കര നല്ല ഭംഗിയാണ് അയാളെ കാണാൻ. വൈൽ ദേ വർ ലോഫിങ് ആൻഡ് വൈൽ ദ ബാൻഡ് വാസ് പ്ലേയിങ് ദിസ് മാർവൽ ഹാഡ് കം ടു ദ ലൈൻ. ഹാപ്പി ഹാപ്പി ഓൾ ഈസ് വെൽ സെഡ് ഹിസ് സ്ലീപ്പിംഗ് ഫേസ്. അപ്പോൾ ഈ ഒരു ഡെഡ് മാൻ്റെ മുഖത്തേക്ക് ലൗറ നോക്കുന്ന സമയത്ത് ലൗറയ്ക്ക് ഇങ്ങനെ തോന്നി ഡെഡ് മാൻ എന്നെ ലോഫ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നി. അതായത് നിങ്ങളുടെ ഗാർഡൻ പാർട്ടിയും നിങ്ങളുടെ മ്യൂസിക് ബാൻഡൊക്കെ നല്ല രീതിയിൽ പ്ലേ ചെയ്തില്ലേ, നിങ്ങൾ ഹാപ്പി ആയില്ലേ എന്ന് ഒക്കെ ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നി. ദിസ് ഈസ് ആസ് തിങ്സ് ഷുഡ് ബി ആൻഡ് ഐ എം കണ്ടൻറ്റ് ഹീ സീം ടു സേ. എനിക്ക് തോന്നി അങ്ങനെയാണ് അയാൾ ആ ഡെഡ് മാൻ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ലൗറ സോപ്ഡ് ആൻഡ് സെയ്ഡ് ഫോർഗിവ് മൈ ഹാറ്റ്. ഷി ദെൻ വെൻറ്റ് ഔട്ട് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ എനിവൺ ടു ഷോ ഹർ ദ വേ. അപ്പോൾ ലൗറയ്ക്ക് കരച്ചിൽ വന്നു. ലൗറ അയാളോട് പറയുന്നുണ്ട് ഫോർഗിവ് മൈ ഹാറ്റ്, അതായത് എൻ്റെ ഷൈനിങ് ആയിട്ടുള്ള ഒരു ഹാറ്റാണ്, അതിൽ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ലൗറ പുറത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. അത് കോർണർ ഓഫ് ദ ലൈൻ ഷീ മെറ്റ് ഹെർ ബ്രദർ ലൗറി. അങ്ങനെ ഒരു കോർണറിൽ ലൗറയെ മെറ്റ് ചെയ്യുന്നുണ്ട്, ലൗറയുടെ ബ്രദറിനെ. ഈ സെഡ് മദർ വാസ് ഗെറ്റിംഗ് വെറീഡ് ആസ് ലൗറ വാസ് ഗെറ്റിംഗ് ലേറ്റ് ടു കം ബാക്ക്. ലൗറ വാസ് ക്രൈങ്. അപ്പോൾ ലൗറയോട് പറയുന്നുണ്ട് അമ്മ ഭയങ്കര വിഷമത്തിലാണ് നിന്നെ കാണാഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ലൗറ കരയാണ്. ലൗറി പുട്ട് ഹിസ് ആം റൗണ്ട് ഹെർ ഷോൾഡർ ആൻഡ് ട്രൈ ടു കംഫേർട്ട് ഹെർ. അപ്പോൾ ലൗറയെ എന്ത് ചെയ്യുന്നുണ്ട്, കംഫേർട്ട് ചെയ്യുന്നുണ്ട്, സാന്ത്വനിപ്പിക്കുന്നുണ്ട്. ഷീ ലുക്ക്ഡ് അറ്റ് ഹെർ ബ്രദർ ആൻഡ് സെയ്ഡ് ലൗറി ഈസ് ഇൻ ലൈഫ്. അപ്പോൾ ലൗറിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ലൗറി ഈസ് ഇൻ ലൈഫ്. അതായത് ലൗറി ജീവിതം എന്നാൽ എന്ന് പറഞ്ഞിട്ട് ലൗറയ്ക്ക് ഒരുപാട് പറയാനുണ്ട്. ഷീ കുഡ് നോട്ട് സേ ഫർദർ. പക്ഷേ അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ബട്ട് ലൗറി അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ലൗറിക്കെല്ലാം മനസ്സിലായി എന്നാണ് പറയുന്നത്. ഓക്കെ, I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.